പുറപ്പാട് അധ്യായം 33. അനന്തരം യഹോവ മോശെയോട് കൽപ്പിച്ചതെന്നാൽ, നീ മിസ്രയീം ദേശത്ത് നീ കൊണ്ടുവന്ന ജനം ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോടും യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യെബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനമാവുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാവുന്നു. ഞാനൊരു നിമിഷനേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഭരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശെയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോറവ് പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. മോശെ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ച് അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തരും താൻ കൂടാരം വതുക്കി നിന്നു. മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനം എല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തരും നന്നായിട്ട് കൂടാരവാതിൽക്കൽ വെച്ച് നമസ്കരിച്ചു. ഇവിടുത്തെ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാലിക്കാരനോ കൂടാരത്തെ വിട്ടു പിരിയാതിരുന്നു. മോശെ യഹോവയോട് പറഞ്ഞതെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്ന എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നതെന്ന് നീ അറിയി ചെയ്തിട്ടുണ്ടല്ലോ. ആകെ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിനവൻ, നിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അറിയി ചെയ്തു. അവനവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. എന്നോടും നിന്റെ ജനത്തോട് കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാൻ നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകലജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നുവെന്ന് അറിയി ചെയ്തു. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. അതിനവൻ, ഞാൻ എൻ്റെ ഭൂമിയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തിൽ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കുമെന്ന് അറിയി ചെയ്തു. നിനക്ക് എൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും. നീ എൻ്റെ പിൻഭാഗം കാണും. എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളി ചെയ്തു.